കാനഡയുമായുള്ള എല്ലാ വ്യാപാര ചർച്ചകളും അമേരിക്ക അവസാനിപ്പിക്കുകയാണ് എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പെട്ടെന്നുള്ള തീരുമാനത്തിന് കാരണം രാജ്യത്തിന്റെ ഡിജിറ്റൽ സേവന നികുതിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിനെതിരെ പ്രത്യക്ഷവും പ്രകടവുമായ ആക്രമണം എന്നാണ് നികുതിയെ ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത്. കാനഡ വ്യാപാരം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള രാജ്യമാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. US പാലുൽപ്പന്നങ്ങളുടെ താരിഫുകളെ ചൊല്ലി ദീർഘകാലമായി നിലനിൽക്കുന്ന തർക്കങ്ങൾ പരാമർശിച്ചുകൊണ്ടായിരുന്നു ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. സമാനമായ ഡിജിറ്റൽ ലെവികൾ നടപ്പിലാക്കിയ യൂറോപ്യൻ യൂണിയനെ കാനഡ പകർത്തുകയാണെന്നും ട്രംപ് ആരോപിച്ചു. ഈ അതിരുകടന്ന നികുതിയുടെ അടിസ്ഥാനത്തിൽ കാനഡയുമായുള്ള വ്യാപാരത്തെക്കുറിച്ചുള്ള എല്ലാ ചർച്ചകളും ഞങ്ങൾ ഇതിനാൽ അവസാനിപ്പിക്കുന്നു. ഇത് ഉടനടി പ്രാബല്യത്തിൽ വരും. ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ച വാക്കുകളാണിത്. അമേരിക്കയുമായി വ്യാപാരം തുടരുന്നതിന് നേരിടേണ്ടി വരുന്ന പുതിയ താരിഫുകൾ സംബന്ധിച്ച് അടുത്ത 7 ദിവസത്തിനുള്ളിൽ കാനഡയെ അറിയിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാനഡയുടെ മൊത്തത്തിലുള്ള വ്യാപാര രീതികളെ ട്രംപ് കൂടുതൽ വിമർശിച്ചു. US പാലുൽപ്പന്നങ്ങൾക്ക് കാനഡ 400% വരെ താരിഫ് ചുമത്തിയേക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഈ വർഷമാദ്യം ട്രംപ് ഭരണകൂടം നിരവധി താരിഫുകൾ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സംഘർഷം ഉടലെടുത്തിരുന്നു. ഇതിനിടെയാണ് വ്യാപാര ചർച്ചകൾ ആരംഭിച്ചത്. കാനഡയ്ക്കെതിരെ അമേരിക്ക ചുമത്തിയ അധിക നികുതിക്കെതിരെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രതികാര തീരുവ ചുമത്തിക്കൊണ്ടായിരുന്നു കാനഡ പ്രതികരിച്ചത്. ഇരുപക്ഷവും തങ്ങളുടെ വ്യാപാര ചട്ടക്കൂട് വീണ്ടും ചർച്ച ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും പുതിയ സംഭവവികാസങ്ങൾ ഇതിനെ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ചർച്ച ചെയ്ത US മെക്സിക്കോ കാനഡ കരാർ 2026 അവലോകനത്തിനും സാധ്യമായ പുനരാലോചനയ്ക്കും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും 2025 ജൂലൈ 21 പുതുക്കിയ കരാറിലെത്താൻ ട്രംപും കാർണിയും പദ്ധതിയിട്ടിരുന്നു. അതേസമയം ട്രംപിന്റെ പ്രഖ്യാപനത്തിനു പിന്നാലെ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി പ്രതികരണവുമായി രംഗത്തെത്തി. തന്റെ സർക്കാർ ചർച്ചയിൽ പ്രതിജ്ഞാബദ്ധമാണെന്നും കനേഡിയന്മാരുടെ ഏറ്റവും മികച്ച താൽപര്യത്തിനായി തങ്ങൾ ഈ സങ്കീർണമായ ചർച്ചകൾ നടത്തുന്നത് തുടരുമെന്നും കാർണി പറഞ്ഞു. കനേഡിയൻ ഉപയോക്താക്കൾക്ക് നൽകുന്ന ഡിജിറ്റൽ സേവനങ്ങളിൽ നിന്ന് വലിയ കമ്പനികൾ നേടുന്ന വരുമാനത്തിൽ 3% ലെവി ചുമത്തുന്നതാണ് 2024 ജൂണിൽ പ്രാബല്യത്തിൽ വന്ന ഡിജിറ്റൽ സേവന നികുതി. ഓൺലൈൻ പരസ്യം ചെയ്യൽ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഡിജിറ്റൽ മാർക്കറ്റ് പ്ലേസുകൾ, ഉപഭോക്തൃ ഡാറ്റ ഉൾപ്പെടുന്ന വിൽപ്പന എന്നിവയ്ക്ക് ഈ നടപടി ബാധകമാണ്.